പവിത്രൻ സീരിയലിന്റെ 15ാമത്തെ എപ്പിസോഡാണ്. സേതു പറയണേ, പുളിക്കലിനെ നേരിട്ട് കൊന്നത് അനിയൻകുട്ടൻ കണ്ടു, അങ്ങനെയാണ് മാനസിക നില തെറ്റിയത്. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, വൺ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ തന്നെ ശങ്കരൻ ലെറ്റ് മീ ഫിനിഷ് ദിസ് ഓണർ. കോടതി പറയും, പ്രോസിക്യൂഷൻ ഇത്രയും നേരം വെറുതെ ഇരിക്കായിരുന്നില്ലേ, ഒറ്റ ചോദ്യമല്ലേ, ചോദിക്കട്ടെ വക്കീലെ. ദർശൻ ചോദിക്കും, സേതു ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സേതുവിന് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണോ? ആ അതെ. ഓ അതെയോ? അതായത് പുളിക്കൽ മരണപ്പെടുന്നതും അനിയൻകുട്ടൻ രോഗിയായി മാറുന്നതും സേതുവിനെ നേരിട്ട് അറിവുള്ളതാണോ അതോ വിക്രം പറഞ്ഞുള്ള അറിവാണോ എന്നാണ് എന്റെ ചോദ്യം. സേതു വിക്രമിനെ ഇങ്ങനെ നോക്കും. കൃത്യമായിട്ടൊരു ആൻസർ വേണം. വിക്രം പറഞ്ഞതാണോ അല്ലയോ, യെസ് ഓർ നോ? സേതു പറയും അതെ. ദർശൻ പറയും, അപ്പോ വിക്രം പറഞ്ഞതാണ്, നോട്ട് ദി പോയിന്റ് യുവർ ഓണർ. എന്നിട്ട് ശങ്കരനോട് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറയും. ശങ്കരൻ വന്ന് സേതുവിനോട് വയ്ക്കും, അനിയൻകുട്ടൻ നോർമൽ ആണെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം വിക്രം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സേതു പറയും, എന്താ പറഞ്ഞത്? സേതു പറയും, നാട്ടിലേക്ക് മടങ്ങണേ, എല്ലാത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന്. എന്നിട്ട് എന്തുണ്ടായി? സേതു പറയും, വേദയ്ക്ക് കണ്ണീർമല കാണണമെന്നുണ്ടായിരുന്നു. പിറ്റേന്ന് അവിടെ പോയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പിറ്റേന്ന് ഞാൻ പുറപ്പെടാൻ നേരത്തെ റിസോർട്ടിലുള്ള ആളാ പറഞ്ഞത് കണ്ണീർമല അടച്ചിരിക്കാന്ന്, ആ വഴി നടപ്പാത വഴി പോകുന്നത് അപകടമാണെന്നും. അവരെ കൂട്ടാൻ വേണ്ടി മാനേജർ പറഞ്ഞ വഴിയിലൂടെ മറ്റൊരു വഴിയിലൂടെ ഞാൻ പോയി. അപ്പോഴാണ് വേദയും വിക്രമിനെയും ആക്രമിക്കുന്നത് കണ്ടത്. ശങ്കരൻ ചോദിക്കും, ആര്? സേതു ശ്രീകാന്തിനെ നോക്കും. എന്നിട്ട് പറയും, കൊല്ലപ്പെട്ട ചന്ദ്രശേഖരനും ശ്രീകാന്തും. ഞാൻ അങ്ങോട്ട് ചെന്നു. പിന്നെ അവിടെ വലിയ അടിയായി. അതിനവസാനം ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും ഞങ്ങൾ കീഴ്പ്പെടുത്തി. അവർക്കെതിരെയുള്ള എല്ലാ തെളിവും അനിയൻകുട്ടിന്റെ കയ്യിലുണ്ടെന്നും അവരെ പോലീസിൽ ഹാജരാക്കണമെന്നും വിക്രം പറഞ്ഞു. അപ്പോഴാ ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ വെടിവെച്ചത്. അത് കണ്ടിട്ടാ വേദബോധം കെട്ടു വീണത്. പിന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനും അവിടെ നിന്ന് നേരെ കാട്ടിലേക്ക് ഓടി. വിക്രം പറഞ്ഞതനുസരിച്ച് വേദേനെയും അനിയൻകുട്ടനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ അറിഞ്ഞത് വിക്രത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. ശങ്കരൻ പറയും, ഓക്കെ യു മേ ഗോ. പിന്നീട് കോടതി ഫാദർ മൈക്കിളിനെ വിളിക്കാട്ടോ. അങ്ങനെ മൈക്കിൾ വന്നു കഴിഞ്ഞാൽ ശങ്കരൻ പറയും, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കേസാണിതെന്ന് അച്ഛനറിയാലോ? അപ്പൊ അച്ഛൻ അതേന്ന് പറയും. ഇപ്പൊ പറഞ്ഞ സാക്ഷികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഫാദർ പറയും, ഉണ്ട്. സാധാരണ പുരോഹിതൻ വെളിപ്പെടുത്താത്ത ഒന്നാണ് കുമ്പസാര രഹസ്യം. പക്ഷെ വിക്രമിന്റെ കേസിൽ എനിക്കതിനെ ദൈവത്തിന്റെ അനുവാദമുണ്ട്. ആ കുമ്പസാര രഹസ്യം അവിടെ പറയട്ടോ. വേട്ടയാടാൻ അവർ ഏത് നിമിഷം വരുന്ന അവൻ എന്നോട് പറഞ്ഞു. അവരുടെ പേര് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ. അവന്റെ ജീവനേക്കാളും അവന് പേടിയുണ്ടായത് വേദയുടെ ജീവനായിരുന്നു. അവളായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ ശങ്കരൻ അയാളോടും പോകാൻ പറയാം. അങ്ങനെ ശങ്കരൻ കോടതിയോട് പറയും, നാളെ ഇതുവരെ വേദയ്ക്ക് അവകാശപ്പെട്ട കമ്പനികൾ നടത്തിക്കൊണ്ടുപോയത് ശ്രീകാന്തും അതിനയാളെ സഹായിച്ചത് ചന്ദ്രശേഖരനുമാണ്. വേദയുടെ വിവാഹം കഴിയെ അതിലൊരു കുഞ്ഞ് ജനിച്ചാൽ എല്ലാം കൈവിട്ടു പോകുന്നുള്ള ശ്രീകാന്തിന്റെ ഭയമാണ് അവർക്കെതിരെയുള്ള ശത്രുതയായി കലാശിച്ചത്. വിക്രം ഉള്ളിടത്തോളം കാലം വേദയെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ബോധ്യമായ അവർ ആദ്യം വിക്രത്തിനെയാണ് കൊടുക്കാൻ നോക്കിയത്. എന്നാൽ പല വിധത്തിൽ ശ്രമിച്ചിട്ടും അതിന് നടന്നില്ല. അവസാനം ഇലക്ഷൻ കാലത്താണ് വരുണിന്റെ കൊലപാതകം വിക്രമിന്റെ തലയിൽ കെട്ടിവെച്ചത്. അതറിയാവുന്ന പുളിക്കൽ സത്യം പറയുന്നു എന്നുള്ളത് കൊണ്ട് പ്രതികൾ ആദ്യം പുളിക്കലിനെ കൊന്നു. പിന്നെ അതിന് സാക്ഷിയായി ആനിയൻകുട്ടനെ കൊലപ്പെടുത്തി. വിക്രത്തിന് ഒരിക്കലും ചന്ദ്രശേഖരനെ കൊല്ലണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു എന്നും ഈ സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമാണ്. അയാൾക്ക് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിരുന്നു താല്പര്യം. കാരണം വേദയും മൊത്തമുള്ളൊരു ജീവിതം അയാൾ സ്വപ്നം കണ്ടിരുന്നു. വിക്രം ചന്ദ്രശേഖരനെ കൊന്നു പറയുന്ന ഏക സാക്ഷി എസ്റ്റേറ്റ് മാനേജറായിരുന്ന ജോബിനാണ്. അയാളുടെ കള്ളത്തരങ്ങൾ വേദ കണ്ടെത്തുകയും അങ്ങനെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് മുമ്പ് തന്നെ കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ കോടതി വയ്ക്കും, നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? എന്താണ് ഇതെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? സർ, ഒരു കേസിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. വിക്രമിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്യാനായിരുന്നു ലോക്കൽ പോലീസിന്റെ ലക്ഷ്യം. വിക്രമിനോടുള്ള ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും ശത്രുത ഇവിടെ പലരും വ്യക്തമാക്കിയതാണ്. വിക്രം ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം അടുത്ത ഇരത്ത് ആനാകുന്ന കരുതി നാടുവിട്ട വേദയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് ഈ കേസ് ഒരു സ്പെഷ്യൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടണം. മൂന്നാം സാക്ഷി സേതുവിന്റെ മൊഴിയിലുള്ള കണ്ണീർമല എന്ന സ്ഥലം, ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ വിക്രമിനെ ആക്രമിച്ച സ്ഥലം, അതെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ചന്ദ്രശേഖരന്റെ കൊലപാതകം എങ്ങനെയാണെന്ന് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ കൂടെ നിന്ന് ഒറ്റുന്ന ആളുകളുള്ളപ്പോ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട ചെറുപ്പക്കാരന്റെ ശിരസിലേക്ക് അതിന്റെ പാപഭാരം ഏൽപ്പിച്ചൂടാ. കോടതി വയ്ക്കും, നിങ്ങൾ പറയുന്നത് റീ ഇൻവെസ്റ്റിഗേഷൻ ആണോ അല്ലേ എന്ന് വെക്കുമ്പോ ശങ്കരൻ പറയും, യെസ് യുവർ ഓണർ. അപ്പോൾ ദർശൻ എണീറ്റിട്ട് പറയും, ഡിഫൻസ് വക്കീലെ തന്റെ ന്യായാധിപന്റെ ജോലി രാജിവെച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങിയത് ഈ പ്രൊഫഷനോടുള്ള ഇഷ്ടവും താല്പര്യവും കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹത്തിന് കൂടുതൽ ചേരുന്ന ജോലി ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, അപസർപ്പത കഥകൾ എഴുതുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൽ ഞാനൊരു ജനപ്രിയ സാഹിത്യകാരന്റെ ഭാവി കാണുന്നു. കം ടു ദ പോയിന്റ് പ്രോസിക്യൂട്ടർ എന്ന് കോടതി പറയുമ്പോൾ ദർശൻ പറയും, യെസ് യുവർ ഓണർ. ഒരിക്കൽ കോടതി ശിക്ഷിച്ച കേസ് പുനർവിചാരണ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. അതിനുശേഷം ഒരു കാര്യമില്ലാത്ത കുറെ സാക്ഷികളെ നിരത്തി സെൻസിബിളും
നാടകീയമായ കഥകൾ ആവിഷ്കരിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളയാൻ ഇതിനെതിരെ നിയമ നടപടി വേണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതുപോലെ പഴയ വരുൺ കൊലക്കേസിൽ വാസവൻ പരാതി പിൻവലിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ആ കൊലപാതകം ചെയ്തത് വിക്രം അല്ലാന്ന് ഇതുവരെ തെളിഞ്ഞിട്ടൊന്നുമില്ല. ഡിഫൻസ് വക്കീല് പറഞ്ഞ പുനരന്വേഷണത്തിന് കോടതി അനുവദിക്കുന്നതിനോട് പ്രോസിക്യൂഷന് എതിർപ്പൊന്നുമില്ല. കാരണം അതുകൂടി അന്വേഷിച്ചാൽ പ്രതി വിക്രമിനെ ഇരട്ട ജീവപര്യന്തരമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് ശങ്കരൻ എണീക്കുമ്പോ കോടതി ഇരിക്കാൻ പറയാണ് ശങ്കരനോട്. പോയിന്റ് പറയട്ടെ. അപ്പൊ ദർശൻ പറയും, വരുണനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് പുറത്തു പറയാതിരിക്കാൻ പുളിക്കലിനെ കൊല്ലുക. അത് കണ്ട അനിയൻകുട്ടന് ഭ്രാന്ത് വരിക. പെട്ടെന്നൊരു ദിവസം ഭ്രാന്ത് മാറുക. അതറിഞ്ഞ പ്രതികൾ അവിടെ ചെന്ന് അനിയൻകുട്ടനെ കൊല്ലുക. അതിന്റെ അവസാനം ഒരു പ്രതി സ്വയം വെടിവെച്ച് മരിക്കുക. അങ്ങനെ പറഞ്ഞ പ്രതിയെ മോചിപ്പിക്കാൻ ഇത് ഡിഫൻസ് വക്കീൽ കാണുന്ന കഥയല്ലല്ലോ സർ. കോടതിക്ക് ആവശ്യം തെളിവുകളല്ലേ. വരുൺ കൊലക്കേസിൽ നിന്നും ഒളിവിൽ പോവാൻ ശ്രമിച്ച പ്രതി ഒരുപാട് കാലം ഒളിച്ചു താമസിച്ച് അന്നത്തെ ജില്ലാ ജഡ്ജും ഇന്നത്തെ ഡിഫൻസ് വക്കീലുമായ ശങ്കരനാരായണൻ വീട്ടിലായിരുന്നു ഒളിവിൽ താമസിച്ചത് എന്നതാണ് പുനരന്വേഷണത്തിൽ തെളിയാൻ പോകുന്ന സത്യം. ആ കാലയളവിലാ പുളിക്കലിന്റെ കൊലപാതകം നടന്നത്. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ പുളിക്കലിനെ കണ്ടെത്തിയ താനാണ് വരുണിനെ കൊന്നത് എന്നുള്ള സത്യം പുറത്തറിയുമെന്ന് ഭയപ്പെട്ട ഭാര്യ പിതാവായ ജഡ്ജ് ശങ്കരനാരായണന്റെ അനുമതിയോടെ പുളിക്കലിനെ കൊല്ലായിരുന്നു എന്ന് വാദിച്ചു. അല്ലെന്ന് തെളിയിക്കാൻ ഇത്തിരി വിയർക്കേണ്ടി വരും ഡിഫൻസ് വക്കീലെ. ശങ്കരൻ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. കോടതിക്കും വാട്ട് ഇസ് യുവർ പോയിന്റ് ദർശൻ? ഒരു പുതിയ അലിഗേഷൻ ഉന്നയിക്കാനുള്ള പ്ലാനാണ്. ദർശൻ പറയും, ഒട്ടുമല്ലേ യുവറാണ്. കോടതി മുമ്പാകെ സാക്ഷികളാണെന്ന് പറഞ്ഞവരെല്ലാവരും അവരെ കൃത്യമായി പഠിപ്പിച്ച് വിട്ടതാ ഇവിടെ പറഞ്ഞത്. ഈ 4 പേരുടെ വിസ്താരണത്തിലൂടെ ഡിഫൻസ് കൗൺസിലർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചന്ദ്രശേഖരന്റെ കൊലപാതകം വിക്രമാണ് ചെയ്തതെന്ന് പ്രോസിക്യൂഷന് ആയിട്ടില്ലെന്നാണ്. അന്നത്തെ ദൃക്സാക്ഷി ജോബിൻ ഇവിടെ ഹാജരുണ്ട്. അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനിലെ സജീവനാണ്. കോടതിക്ക് വേണമെങ്കിൽ ജോബിന് ഒന്നുകൂടെ കേൾക്കാവുന്നതാണ്. കോടതിക്ക് ഫോർവേഡ് നടന്ന കാര്യങ്ങൾ ജോബിന് ഒന്നുകൂടെ വ്യക്താക്കും. കോടതി പറയും, അത് റെക്കോർഡ്സിൽ ഉണ്ടല്ലോ. ദർശൻ പറയും, താങ്ക് യു സർ. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഡിഫൻസ് ഹാജരാക്കിയവരെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ് എന്ന് പറയുമ്പോ അവരെ 4 പേരെയും വിളിക്കണേ. അങ്ങനെ അവര് 4 പേര് കൊണ്ട് വന്ന് വിക്രമൻ ഇങ്ങനെ നോക്കുക. അങ്ങനെ ദർശൻ അവരോട് പറയും, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം. ആദ്യം ഗീവർഗീസിനോട്, വിക്രം കൊല ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. ദർശൻ പറയും, അപ്പൊ വിക്രം കൊല ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്കാവില്ല അല്ലേ? ആകെ കുടുക്കാട്ടോ ദർശൻ. അങ്ങനെ പറയും, ഇല്ല സാറേ. പിന്നീട് അച്ഛനാട്ടോ. ദർശൻ ചോദിക്കും, അച്ഛന്റെ കുമ്പസാര കഥയൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം അല്ലാന്ന് തന്നെയല്ലേ? അതെ, ആ സമയത്ത് ഞാൻ പള്ളിയിലായിരുന്നു. അപ്പൊ അച്ഛനെയും പറഞ്ഞേക്കും. പിന്നെ മേരിയെ വിളിക്കും. മേരിയോടും അതേ ചോദ്യം ചോദിക്കുമ്പോൾ മേരി പറയും, ഞാനും കണ്ടില്ല സാറേ. ദർശൻ പറയും, യുവർ ഓണർ, വിക്രം കൊല്ലുന്നതോ ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതോ ഒന്നും ആരും കണ്ടില്ല. വിക്രമിനെതിരെ കോടതിയുടെ സഹതാപം വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്തതാ ഇവരൊക്കെ. ഡിഫൻസ് കൗൺസിലറുടെ ഭാവന. അത് കഴിഞ്ഞ് സേതുവിനോടാ ചോദിക്കുന്നത്. സേതു മാത്രാണ് വിക്രമിനെയും വേദയെയും ചന്ദ്രശേഖരനും ശ്രീകാന്തും ആക്രമിക്കുന്നത് കണ്ടത്. സേതു പറയും, അതെ. അവിടെ വെച്ച് സേതുവും വിക്രമും കൂടെ അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു അല്ലേ? സേതു പറയും, അതെ. അതിന് ഉള്ളിലാണ് ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ വെടിവെച്ചത്. അതെ. ദർശൻ ചോദിക്കും, അതിനു മുമ്പേ ഈ തോക്ക് എവിടെയായിരുന്നു? നിങ്ങൾ കീഴ്പ്പെടുത്തും മുമ്പും തോക്ക് കയ്യിലുണ്ടായിട്ടോ നിങ്ങൾക്ക് നേരെ ആ തോക്ക് ഉപയോഗിക്കാത്തത് എന്തായിരുന്നു? പിന്നെ നിങ്ങൾ കീഴ്പ്പെടുത്തിയതിനു ശേഷം അനിയൻകുട്ടന് നേരെ ഉപയോഗിച്ചു. സേതു പറയും, അത് ചന്ദ്രശേഖരൻ ആദ്യം തോക്ക് ചൂണ്ടിയിരുന്നു. അടിക്ക് ഇടയില് അത് തെറിച്ചു പോയതാണേ. ദർശൻ പറയും, തോക്ക് ചൂണ്ടിയ ചന്ദ്രശേഖരൻ എന്താ കാഞ്ചി വലിക്കാൻ മറന്നുപോയോ? ഇത് കേൾക്കുമ്പോ ശങ്കരനും മാഷൊക്കെ ഞെട്ടുന്നു കേട്ടോ. എന്നാ ബാക്കി കോടതിയിലുള്ള എല്ലാരും ചിരിക്കുക. ദർശൻ പോവാൻ പറയും. എന്നിട്ട് പറയും, മറന്നു പോവും സാർ. കാരണം അങ്ങനെ ഒരു തോക്ക് ചന്ദ്രശേഖരൻ കയ്യിലില്ലായിരുന്നു. പോലീസ് കണ്ടെത്തിയ ആ തോക്കിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ മറ്റൊരാളുടെയാണ്, ശ്രീകാര്യം ശ്രീനിവാസൻ. ഇത് കേൾക്കുന്ന അവിടെയുള്ള എല്ലാരും ഞെട്ടിപ്പോകും, വിക്രമും എല്ലാവരും. ദർശൻ പറയും, ലൈസൻസിന്റെ രേഖകൾ കോടതിയിൽ സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പേപ്പേഴ്സ് ഒക്കെ കോടതിക്ക് കൊടുക്കും. ശ്രീകാര്യം ശ്രീനിവാസന്റെ വലം കൈയായിരുന്ന വിക്രം അയാൾക്ക് ലൈസൻസ് ഉള്ള തോക്ക് കൈക്കലാക്കുകയും അതുകൊണ്ട് 2 കൊലപാതകങ്ങൾ ചെയ്യുകയും ചെയ്തു. ആദ്യത്തേത് വരുൺ, രണ്ടാമത്തേത് ചന്ദ്രശേഖർ. കാരണം 2 ബോഡിയിൽ നിന്നും കണ്ടെത്തിയ ബുള്ളറ്റുകൾ ഒരേ തോക്കിന്റേതായിരുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് പറഞ്ഞ ദർശന്റെ വാദം നിർത്തുകയാണ്. അങ്ങനെ ആ കേസ് പിരിച്ചു വിട്ടു കേട്ടോ. അതായത് വിക്രം വീണ്ടും ജയിലിലേക്ക് തന്നെ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിക്രമിനെ പോലീസുകാർ കൊണ്ടുപോകണേ. ദർശനും ശ്രീകാന്തും കൂടെ വന്നേ. വിക്രമിനോട് ശ്രീകാന്ത് പറയണേ, അത്ര പെട്ടെന്ന് ഊരി പുറത്തേക്ക് വരാന്ന് കരുതിയോ നീ? ദർശൻ പറയും, വരുണിന്റെ കൊലച്ചോറ് കൂടെ നിന്നെ കൊണ്ട് തീറ്റിച്ചിട്ട് നിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കും, നോക്കിക്കോ, വാടോ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ കൂട്ടി പോവാ. വിക്രം ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞാൽ മാഷും അതുപോലെ ആ ഫാദറും കൂടെ വിക്രമിന്റെ അടുത്തേക്ക് വരാം. മാഷ് വിക്രമിനെ കെട്ടിപ്പിടിച്ച് കവിളൊക്കെ ഇങ്ങനെ കൈവയ്ക്കും. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഫാദറിനോട് വിക്രം പറയും, പോട്ടെ ഫാദർ,
അപ്പോൾ അച്ഛൻ പറയും ഇനിയും പരീക്ഷണം ഉണ്ടാവും, മനസ്സും പ്രാർത്ഥനയും കൈവിടരുത്. അപ്പോഴേക്ക് പോലീസുകാര് മതി വാ കയറ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോവാണേ. മാഷിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. ഇതെല്ലാം ശങ്കരനാരായണൻ അവിടെ നിന്ന് വിഷമത്തോടെ നോക്കുക. പിന്നീട് കാണിക്കുന്നത് വേദ കുഞ്ഞിനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് പാടുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് യൂണിഫോമിലെ തരുൺ അങ്ങോട്ട് വരും. എന്നിട്ട് കുഞ്ഞിനെ വേദ ഇങ്ങനെ കളിപ്പിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാട്ടോ, ഒരു സന്തോഷമുണ്ട്. ഈ സമയം ഇത് അമ്മ കാണാട്ടോ, സേതു അമ്മ. തരുൺ തിരിയുമ്പോൾ അമ്മ ഇങ്ങനെ ചിരിക്കും. തരുൺ പറയും ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ ഡ്യൂട്ടിക്ക് പോവാണ്. പിന്നീട് സേതുമ്മ വേദയുടെ അടുത്തേക്ക് ചെല്ലും. കുഞ്ഞു ഉറങ്ങിയില്ലേ? വേദറിയില്ല. എന്നാ മോൾ ഉറങ്ങിയിട്ട് മോള് റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് അമ്മ ഇടന്ന് പോകും. വേദ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടിലിട്ട് ആട്ടിയിട്ട് വേദ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മ ഹാളിൽ ഇരിപ്പുണ്ട്. എന്താ അമ്മേ? നീ വാ ഞാൻ പറയാന്ന് പറഞ്ഞ് വേദ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാ. എന്നിട്ട് അമ്മ റൂമിലെത്തി വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് പറയും നിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോയില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. അധികം വൈകാതെ തരുണിനോട് നീ സത്യം പറയും. അത് ഒരുപക്ഷെ അവനെ മാനസികമായി തകർത്തേക്കാം. അതിൽ നിന്നും സ്വയം അതിജീവിക്കാനുള്ള കരുത്ത് എന്റെ മകനുണ്ടാവണേ പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയും. പക്ഷെ അത് വെളിപ്പെടുന്ന ദിവസം മുതൽ നീയും നിന്റെ കുഞ്ഞ് ഒറ്റയ്ക്കാകും. നീ സ്വപ്നം കാണുന്ന രീതിയിൽ കുഞ്ഞിനെ വളർത്താൻ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. അതിന് നിനക്ക് കഴിയും. അതിനുള്ള ഒരു ശുദ്ധ ഔഷധാണ് ഈ മുറി എന്ന് പറഞ്ഞ് വേദയെ റൂമിലേക്ക് കൊണ്ടുപോയി ഒരു ലൈറ്റ് ഓൺ ചെയ്യണേ. അവിടെ മൊത്തം പുസ്തകങ്ങളാട്ടോ, നിയമപുസ്തകങ്ങൾ. വേദയെ വീണ്ടും പഠിപ്പിക്കുക, വേദയ്ക്ക് പ്രാക്ടീസ് കൊടുക്കുക, അതാണ് അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ വിക്രമിനെ ഇറക്കാൻ വേദ തന്നെ മുന്നോട്ട് വരുന്നതിനുള്ള ഒരു സൂചനയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്